മറ്റു വാർത്തയിലേക്ക്. കേരള സാഹിത്യ അക്കാദമിക്കെതിരെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സാഹിത്യ അക്കാദമി തന്നെ അപമാനിച്ചുവെന്നാണ് വിമർശനം. സാഹിത്യ അക്കാദമി തൃശൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ നൽകിയ പ്രതിഫല തുകയാണ് വിമർശനത്തിന് വഴിവെച്ചത്. ചുള്ളിക്കാടിന്റെ സുഹൃത്ത് CICC ജയചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. പ്രശ്നം പരിഹരിക്കാൻ അക്കാദമി ഇടപെടണമെന്ന് ജയചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് രൂക്ഷ വിമർശനമാണ് കേരള സാഹിത്യ അക്കാദമിക്കെതിരെ നടത്തിയിരിക്കുന്നത്. കാരണം തന്നെ ക്ഷണിച്ചു വരുത്തിയ ആ സ്ഥലത്തേക്ക് ആവശ്യമായ യാത്രാക്കൂലി പോലും നൽകാനുള്ളൊരു മാന്യത പോലും അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ ഇതൊന്നും തന്നെ കണക്കിലെടുക്കാതെ തീർത്തും അപമര്യാദയായ എന്ന രീതിയിലൂടെ ഒരു കണക്കിലെടുക്കാതെയുമാണ് അദ്ദേഹത്തിന് യാത്രാക്കൂലി നൽകിയതെന്നൊരു വാദമാണ് അദ്ദേഹം പറയുന്നത്. മിമിക്രിക്കാർക്ക് പോലും വലിയ തുക നൽകുമ്പോൾ അതിൻ്റെ ഒരു പരിഗണന പോലും തനിക്കുണ്ടായില്ല എന്ന് പറയുന്നു അദ്ദേഹം. തൻ്റെ സുഹൃത്തും പ്രസാധകനുമായ CICC ജയചന്ദ്രനാണ് ഇങ്ങനെയൊരു കുറിപ്പ് അയച്ചത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ കൂടുതലായും ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കൊപ്പം CCC ജയചന്ദ്രനും അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ. വളരെ രോഷാകുലനായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പങ്കുവച്ചത്. അതായത് ഇതിനകത്തുള്ള വിഷയം, ബാലചന്ദ്രൻ 30-ാം തീയതിയാണ് ഈ പ്രതിഫലം വാങ്ങിയിട്ട് പ്രസംഗം കഴിഞ്ഞു പോകുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിലൊന്നായിരുന്നു നളിനിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം. അവിടെ കേട്ടിരിക്കുന്നവരും സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം ആ കാര്യം വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ ഇന്ന് 3-ാം തീയതി രാവിലെ 8:34 എനിക്ക് വാട്സാപ്പിൽ ഈ പോസ്റ്റ് ഇടുന്നത് വരെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇത് മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, 67 വയസ്സുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബസ്സിൽ കയറി അല്ലെങ്കിൽ തീവണ്ടിയിൽ പോയി ആശാന്റെ നളിനിയെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് പറയുന്നതിന് സാഹിത്യ അക്കാദമിക്കല്ല ആർക്കും സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് കൊടുത്ത പ്രതിഫലത്തേക്കാൾ കൂടുതൽ അദ്ദേഹം ടാക്സി കാശിന് കൊടുക്കേണ്ടി വന്നു. അപ്പം പണ്ട് ബാലൻ സീരിയലിൽ അഭിനയിക്കുന്നത് ഒരു മഹാപാതകമാണ് എന്ന് വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു. കവിത എഴുതിയാൽ പോരെ, എന്തിനാ സീരിയലിൽ അഭിനയിക്കണമെന്നുള്ള അതിൻ്റെ മറുപടി എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്, ഈ 1100 രൂപ ഞാൻ ടാക്സി കാശ് കൊടുത്തത് ഞാൻ സീരിയലിൽ അഭിനയിച്ചുണ്ടാക്കിയ കാശിൽ നിന്നാണ്. എനിക്കിതിൽ പറയാനുള്ളത്, ഒരു പരിപാടി നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ആശാന്റെ 100-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആശാന്റെ കവിതകളെക്കുറിച്ച് ഒരു പഠനം നടത്തുമ്പോൾ, അതിനൊരു പ്രസംഗം നടത്തുമ്പോൾ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗമാണ്. ആ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം തയ്യാറാക്കണമെങ്കിൽ അതിനൊരു വലിയ ഹോംവർക്ക് വേണം, വലിയ റെഫറൻസ് വേണം. ഏതാണ്ട് ഒരാഴ്ചയെങ്കിലും സമയമെടുത്താലാണ് അങ്ങനെ ഒരു പ്രസംഗം കൊണ്ടുവരാൻ സാധിക്കുകയും അത് പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ളൊരു മാനസികമായ വലിയ സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിനിന് നമുക്കൊരിക്കലും വിലയിടാൻ പറ്റില്ല. അതിപ്പോൾ 25,000 രൂപ കൊടുത്താൽ പോലും നമുക്കതിന് വിലയിടാൻ പറ്റില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇത് ബാലചന്ദ്രൻ്റെ ഈ പൊട്ടിത്തെറിക്കൽ, അല്ലെങ്കിൽ ഈ സങ്കടം, അല്ലെങ്കിൽ ഈ മുറിപ്പെട്ട കവിയുടെ വേദന ഇനി സാംസ്കാരിക പരിപാടികൾ നടത്തുന്നവർക്ക് കൃത്യമായി പ്രതിഫലം കൊടുക്കാനുള്ള ഒരു മാനദണ്ഡം ഉണ്ടാക്കാൻ പ്രേരണയാകട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനൊരു ഗ്രേഡിംഗ് എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത്? ഇതിന് ഗ്രേഡിംഗ് ഒന്നുമില്ല. ഇത് എനിക്ക് തോന്നുന്നത്, പ്രസംഗിക്കാൻ പോകുന്നതിന് കൃത്യമായ പ്രതിഫലം വേണമെന്ന് ആവശ്യപ്പെട്ടത് സുകുമാരൻ അഴീക്കോട് സാറാണ്. ആ കാലത്ത് അദ്ദേഹം 5000 രൂപ എനിക്ക് തരണം എന്ന് പറയും. 5000 രൂപ തരണമെന്ന് മാത്രമല്ല, എറണാകുളം ജില്ലയിൽ അഴീക്കോട് മാഷിൻ്റെ ഒരു പ്രസംഗം വന്നാൽ 4 പ്രസംഗം അഴീക്കോട് മാഷ് ഡയറിയിൽ എഴുതിയിട്ടിട്ടാണ് വരിക. 20,000 രൂപ. പണ്ട് വെള്ളാപ്പള്ളിയായിട്ട് തമ്മിൽ തെളിയപ്പോൾ വെള്ളാപ്പള്ളി ഒരിക്കലും ഇത് പറയുകയും ചെയ്തായിരുന്നു, ഇൻകം ടാക്സുകാരി നിങ്ങൾ ഈ പ്രസംഗിച്ച കാശൊക്കെ കണക്കി ചേർത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ പോവുകയാണെന്ന്. അതിനുശേഷം ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സാഹിത്യരംഗത്ത് പൊതുവേ നമ്മൾ കാണുന്ന ഒരു രീതി, വരിക, പ്രസംഗിക്കുക, പോവുക, ഇത് എഴുത്തുകാരൻ്റെയോ പ്രാസംഗികൻ്റെയോ ഒരു ആവശ്യമാണ് എന്നൊരു തോന്നലുണ്ട്. എനിക്കറിയാവുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബസ്സിൽ കയറി നടന്നുപോയും കവിത ചൊല്ലിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 67 വയസ്സിൽ ബാലൻ അങ്ങനെ പറ്റില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊരു പാഠമായി, ഭാവിയിലെങ്കിലും ഒരു സാംസ്കാരിക പരിപാടിക്ക് പോകുമ്പോൾ ഒരു പ്രാസംഗികനെ വിളിക്കുമ്പോൾ അയാളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ നിർവാഹക സമിതി യോഗത്തിൽ എറണാകുളം പ്രസ് ക്ലബ് റോട്ടിൽ നിന്ന് ഞാൻ പങ്കെടുത്താൽ എനിക്ക് 500 രൂപ കിട്ടും. അതിനൊരു മാനദണ്ഡമുണ്ട്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ഓരോ പ്രാസംഗികനും വരുന്ന വഴിയുടെ വഴിച്ചെലവനുസരിച്ച്, ദൂരമനുസരിച്ച് കൃത്യമായ പ്രതിഫലം നൽകാറുണ്ട്. ആ മാനദണ്ഡം പാലിക്കപ്പെടണം.
ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരു മാറ്റം എന്തെങ്കിലും അല്ല, പരിപാടിയിൽ പങ്കെടുക്കില്ല വെച്ചാൽ പൊതുവെ ബാലേന്ദ്രൻ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു കുറേ കാലമായിട്ട്. പക്ഷേ വേറൊരു കാര്യത്തിൽ എൻ്റെ അനുഭവത്തിൽ തന്നെ ബാലേന്ദ്രൻ കാണിയായി വരുന്ന സദസ്സിൽ നിന്ന് ബാല സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ ബാലമെന്ന് സംസാരിക്കാറുണ്ട്. പൊതുവെ പ്രസംഗങ്ങളോട് ചെല്ലുമ്പോൾ പുള്ളി മുഖം തിരിക്കാറുണ്ട്. കാരണം അതിൻ്റെ ഒരു വലിയ സ്ട്രെയിനാണ്. ഒരു പ്രസംഗത്തിന് പോയിട്ട് അത് വൃത്തിയായും ഭംഗിയായും പ്രസംഗിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ വലിയൊരു സ്ട്രെയിനുണ്ട്. ആ സ്ട്രെയിനിന് പറ്റാത്തത് കൊണ്ടാണ് അയാൾ വേണ്ടാന്ന് വയ്ക്കുന്നത്. ഇത് സാഹിത്യ അക്കാദമി ആയതുകൊണ്ട് മാത്രമല്ല, കുമാരനാശനെ കുറിച്ചായതുകൊണ്ടും നളിനിയെക്കുറിച്ച് ആയതുകൊണ്ടുമാണ് അദ്ദേഹം ഇവിടെ നിന്ന് അവിടം വരെ പോയി ഈ സമയത്ത് പ്രസംഗിച്ചു വരുന്നത്. ഇപ്പം ഞാൻ ഈ 5-ാം തീയതി ബാലൻ്റെ ഒരു പരിപാടി വയ്ക്കുന്നുണ്ട് എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ. കലി എന്ന് പറയുന്ന നാടക CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്തെക്കുറിച്ച്. അത് ബാലന് കാശ് കൊടുത്തിട്ട് വരുന്നൊന്നുമല്ല. ബാലൻ CN ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് വന്ന് സംസാരിക്കുകയും പോവുകയും ചെയ്യും. എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, ഇത് ബാലചന്ദ്രൻ്റെ ഒരു നിമിത്തമായി. നാളെ ഒരു സാംസ്കാരിക പരിപാടി നടത്തുമ്പോൾ സംഘാടക സമിതി ഈ കാര്യം ബാക്കിയെല്ലാം തീരുമാനിക്കുമ്പോൾ പ്രതിഫലത്തിൻ്റെ കാര്യം കൂടി തീരുമാനിച്ച് ഈ പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു. എന്തായാലും അദ്ദേഹം പ്രതികരിച്ചതിലെ അതിലൊരു സാങ്കത്യം ഇതാണ്. ഈ കാര്യങ്ങൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിയുടെ ആ ഒരു മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സാഹിത്യ ലോകം പൊതുവെ തന്നെ സാഹിത്യ പ്രവർത്തകരും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. കേരള സാഹിത്യ അക്കാദമി ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള തീരുമാനങ്ങളിൽ അത് പ്രതിഫലിക്കുമെന്നാണ് പൊതുവിനുള്ള ഒരു പ്രതീക്ഷ. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനമാണ്, സാഹിത്യ അക്കാദമിക്കെതിരെയുള്ള വിമർശനമാണ് ഈ അഭിമുഖത്തിന് കാരണമായത്.